എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ അവസാനിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന അലോട്ട്മെൻറ്റ് നഷ്ടമാകുകയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് വിദ്യാർത്ഥികളെ പുറത്താക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നാളെ വൈകിട്ട് 4 മണിക്ക് മുൻപായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ സ്ഥിരപ്രവേശനമോ താൽക്കാലിക പ്രവേശനമോ നേടേണ്ടതാണ്. ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ താല്പര്യപ്രകാരം എവിടെയാണ് അഡ്മിഷൻ നേടേണ്ടത് എന്നുള്ളത് നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും ആലോചിച്ച് തീരുമാനമെടുക്കുക. കാരണം ഒരു സ്ഥലത്ത് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് മറ്റേ സ്കൂളിലുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ പ്രത്യേകം ഒരു തീരുമാനം നിങ്ങൾ എടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിലല്ല വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഗ്രൂപ്പ് ബി കോഴ്സ്, അത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോഴ്സിൽ ബയോളജി അതുപോലെ ഫിസിക്സ് കെമിസ്ട്രി എന്നിവയുണ്ടെങ്കിൽ അത് ബയോളജി സയൻസ് ആണ്. അതിനോടൊപ്പം അഡീഷണൽ മാത്സ് കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറിയുടെ ബയോളജി സയൻസിന് ഈക്വൽ ആണ്. ആ ഒരു കോഴ്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ബയോളജി സയൻസ് പഠിക്കുന്ന സെയിം എന്തൊക്കെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കോഴ്സാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടാവുന്നതാണ്. അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ടെമ്പററി അഡ്മിഷൻ എടുത്ത ശേഷം വേണമെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ കിട്ടുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മാറാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നാളെ വൈകുന്നേരം 4 മണിക്ക് മുൻപായിട്ട്, അതായത് രാവിലെ തന്നെ പോയിട്ട് അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് അറിയാനായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ യൂസർ നെയിം ആയിട്ടുള്ള നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പറും അതുപോലെ നിങ്ങളുടെ പാസ്വേഡും അതുപോലെ ആ ഒരു പേജിൽ തന്നെ കാണുന്ന കുറച്ച് ഇംഗ്ലീഷ് അക്ഷരമുണ്ട്, അതാണ് ക്യാപ്ച കോഡ്. അത് കറക്റ്റായിട്ട് അതിൻ്റെ അടുത്തുള്ള ബോക്സിൽ ടൈപ്പ് ചെയ്യുകയും ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് വരുന്ന പേജിൽ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഡീറ്റെയിൽസ് അതുപോലെ റാങ്ക് ഡീറ്റെയിൽസ് എന്നിങ്ങനെയുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. റാങ്ക് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എവിടെയൊക്കെ അടുത്ത അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലെറ്ററും ഒറിജിനൽ ഡോക്യുമെൻറ്റും എടുത്ത് നാളെ വൈകിട്ട് 4 മണിക്ക് മുൻപായിട്ട്, അതായത് രാവിലെ തന്നെ പോകാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടാം. പെർമനൻ്റ് അഡ്മിഷൻ ആണെങ്കിൽ ഫീസ് അടക്കേണ്ടതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് പെർമനൻ്റ് അഡ്മിഷനാണ് എടുക്കാൻ സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.